നമസ്കാരമുണ്ട്, അശ്വതിയാണ്. ഇന്ന് നമുക്ക് ഭക്ഷണത്തിനെ പറ്റി പറയാം. ഭക്ഷണം എന്ത് കഴിക്കണം എന്നുള്ളതൊക്കെ ഇപ്പോൾ വളരെ കൺഫ്യൂഷനാണ്. നമുക്ക് എന്ത് കഴിക്കണമെന്ന് തന്നെ അറിയില്ല. അതിനെപ്പറ്റിയല്ല. ഇതൊരു വളരെ യൂസ്ഫുൾ ടിപ്പായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് പറയാം. ഡ്രിങ്ക് യുവർ ഫുഡ് ആൻഡ് ചൂ യുവർ വാട്ടർ. ഡ്രിങ്ക് യുവർ ഫുഡ് ആൻഡ് ചൂ യുവർ വാട്ടർ. ഭക്ഷണം കഴിക്കൂ എന്നല്ല, ഭക്ഷണം കുടിക്കൂ എന്നാണ് പറയണത്. വെള്ളം ചവച്ചരച്ച് കഴിക്കൂ എന്നാണ് പറയുന്നത്. നമ്മൾ നേരെ തിരിച്ചാ കേട്ടിട്ടുള്ളത്. പക്ഷേ ഇതൊന്ന് ഒരു ആഴത്തിൽ ആലോചിച്ചാൽ ഇതിന് ഒരു വളരെ യൂസ്ഫുൾ ആയൊരു ടിപ്പ് അതിൽ കിടക്കുന്നുണ്ട്. ഭക്ഷണം ഇപ്പം നമ്മൾ ഇഡ്ഡലി ആയിക്കോട്ടെ, ദോശ ആയിക്കോട്ടെ, ചോറായിക്കോട്ടെ, നമ്മൾ കഴിക്കുന്നത് കുടിക്കുന്ന അവസ്ഥയിൽ എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നന്നായി ചവച്ചരച്ച് ഉമിനീരുമായിട്ട് മിക്സ് ചെയ്ത് അതിൻ്റെ ഒരു സോളിഡ് ഖരമായിട്ടുള്ള അവസ്ഥ എന്നൊക്കെ മാറി മിക്സിയിൽ അടിച്ച പോലെ ഇതാവും അല്ലേ. അത്രയും നമ്മൾ ഉപയോഗിക്കണം, വായു ഉപയോഗിച്ച് ചവച്ചരച്ച്. എന്നിട്ട് ഇറക്കുമ്പോഴാണ് ഡ്രിങ്ക് യുവർ ഫുഡ് എന്ന് പറയുന്നത് കറക്റ്റാണ്. അപ്പോൾ അത്രയും ചെയ്യുമ്പോൾ ദഹനത്തിന് അത് വളരെയധികം സഹായിക്കും. ദഹനം തുടങ്ങുന്നത് വായിലാണ്. ഉമിനീരുമായിട്ട് മിക്സ് ചെയ്ത് ഭക്ഷണം ചെറിയ പീസുകളായി അരച്ച് അപ്പോൾ കഴിക്കുമ്പോഴാണ് ദഹനത്തിന് അത് സപ്പോർട്ടീവ് ആവുക. പലപ്പോഴും ദഹനക്കേട് കാരണം ധാരാളം അസുഖങ്ങൾ വരാറുണ്ട്. ഭക്ഷണം നേരെ ദഹിക്കാത്തത് കാരണം. അപ്പോൾ ദഹനം തുടങ്ങുന്നത് വായിലാണ്. അതുകൊണ്ട് തന്നെ ഡ്രിങ്ക് യുവർ ഫുഡ്. നന്നായി ചവച്ച് അരച്ച് സാവധാനം ഒരിടത്ത് ഇരുന്ന് ഭക്ഷണം എടുത്ത് വെച്ച് അരച്ച് കഴിക്കൂ എന്നാണ് പറയുന്നത്. സോ ഡ്രിങ്ക് യുവർ ഫുഡ്. നൗ നെക്സ്റ്റ് പോയിന്റ് പറയുന്നത് ചൂ യുവർ വാട്ടർ. വെള്ളം നമ്മൾ എപ്പോഴും എങ്ങനെയാണ്, വെള്ളം ഇങ്ങനെ എടുത്തങ്ങ് ഒഴിക്കുമ്പോൾ അതും ഇതുപോലെ തന്നെ നമ്മുടെ ഉള്ളിലുള്ള ആസിഡ് വീക്കാക്കും എന്നാണ് വായിച്ചിട്ടുള്ളത്. അപ്പോൾ ഒരേ ഇതിൽ കുറേ വെള്ളം അങ്ങ് കുടിക്കാതെ ഓരോ വാ നിറച്ച് വായിൽ കുറച്ച് നേരം വെച്ച് ചൂ യുവർ വാട്ടർ. വായിൽ വെച്ച് ഒന്ന് വായിൽ അതിൽ ഒരു രീതിയുമായി മിക്സ് ചെയ്ത് ഉമിനീരുമായി മിക്സ് ചെയ്ത് ആ ഒരു ടെമ്പറേച്ചർ സെറ്റായി വായിക്കകത്തുള്ളൊരു ടെമ്പറേച്ചർ ഉണ്ടല്ലോ, ആ ഒരു രീതിയിൽ വന്ന് കുടിക്കൂ എന്നാണ് പറയുന്നത്. അതല്ലാതെ ഇപ്പോൾ നമ്മൾ ധാരാളം തണുത്ത വെള്ളം, അതിൽ തന്നെ ഇപ്പോൾ കാർബണേറ്റഡ് ഡ്രിങ്ക്സിനെ പറ്റിയൊന്നും പറയുന്നില്ല. തണുത്ത വെള്ളമാണെങ്കിൽ അങ്ങനെ എടുത്ത് കുടിക്കുന്നതും അല്ലെങ്കിൽ വെള്ളം തന്നെ ഇങ്ങനെ എടുത്തെടുത്തെടുത്ത് ഒഴിക്കുന്നത് അത് ദഹനത്തിന് സപ്പോർട്ട് ചെയ്യില്ല. പകരം കുറച്ചായിട്ട് വായിൽ വെച്ച് കുടിക്കൂ എന്നാണ് പറയുന്നത്. സോ ഡ്രിങ്ക് യുവർ ഫുഡ് ആൻഡ് ചൂ യുവർ വാട്ടർ. ഇത് ഞാൻ കേട്ടതിൽ നല്ലൊരു ടിപ്പ് ആയതുകൊണ്ടാണ് ഷെയർ ചെയ്യുന്നത്. ഇതിൻ്റെ ബാക്കി മെഡിക്കൽ സൈഡൊന്നും ഞാൻ പറയാൻ എനിക്കറിയില്ല. അപ്പോൾ മേ ബി ഇറ്റ്സ് യൂസ്ഫുൾ. നമ്മളൊന്ന് ഇരുന്ന് ഭക്ഷണത്തിന് വേണ്ടി ഒരിടത്ത് ഇരുന്ന് സ്വസ്ഥമായിരുന്ന് ചവച്ചരച്ച് കഴിച്ചു നോക്കാം. അതുപോലെ വെള്ളം പതുക്കെ അറിഞ്ഞ് കുടിച്ചു നോക്കാം. മൈൻഡ്ഫുള്ളായിട്ട് ഭക്ഷണം കഴിക്കാനും വെള്ളം കുടിക്കാനും ഒക്കെയും ശ്രമിക്കാമെന്ന് പറയും. ഓക്കെ, താങ്ക് യു.